ആത്മാർത്ഥമായി ഈ റമളാനിന്റെ അവസാനത്തെ 10 ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങളിൽ അങ്ങാടികളിൽ ചെലവഴിക്കേണ്ടവരല്ല നമ്മൾ. അങ്ങാടികളിലെ വസ്ത്രവ്യയ കേന്ദ്രങ്ങളിലും ഉപ്പിലിട്ടതും അതേപോലെ മദ്യലഹരികൾക്ക് മുന്നിലും സമയങ്ങൾ ചെലവഴിക്കേണ്ടവരല്ല നമ്മൾ. ആരാധനകൾക്ക് മുന്നിൽ അള്ളാഹുവിന്റെ പള്ളികളിൽ ഭജനമിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കേട്ടിച്ചു മടങ്ങേണ്ടവരാണ് നമ്മൾ. ആര് മടങ്ങിയതുപോലെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നല്ലോ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് തെറ്റുകളുടെ കൂമ്പാരമായി ആ തെറ്റ് പൊറുക്കപ്പെട്ടില്ലെങ്കിൽ നരകം കിട്ടുമെന്ന ബോധ്യപ്പെട്ടുകൊണ്ടൊരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പൊറുക്കപ്പെടേണ്ടതുണ്ട്, എന്നെ ശുദ്ധീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ, നീ ചെയ്ത തെറ്റെന്താണ്? അവള് പറഞ്ഞു, ഒരു വ്യഭിചാരം നടത്തി. ആ വ്യഭിചാരത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അവളെ കൊല്ലുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ പൂർണ്ണമായി കേട്ടു. അവളുടെ മനസ്സിൽ ചെയ്തു വെച്ച തിന്മയുടെ വലിപ്പം അത് വല്ലാതെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അവൾ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്നെ ശുദ്ധീകരിച്ചു തരണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ പൂർണ്ണമായി കേട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പറഞ്ഞു, ആ വ്യഭിചാരത്തിലൂടെ നീ ഗർഭിണിയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഉമ്മ എന്ന നിലയ്ക്ക് നിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനെ മടക്കി അയച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ചോരക്കുഞ്ഞുമായി പ്രസവിച്ച ചോരക്കുഞ്ഞുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആ പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുദ്ധീകരിക്കണം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുദ്ധീകരിക്കണം. പ്രവാചകന്റെ മുന്നിലേക്ക് അവൾ വന്നു. അവളുടെ കയ്യിൽ ചോരക്കുഞ്ഞുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറു പുഞ്ചിരിയോടെ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ തൗബക്കുള്ള സമയമായിട്ടില്ല. എന്തേ കാരണം? നിന്റെ കുഞ്ഞിന് 2 വർഷം പാല് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഉമ്മ എന്ന നിലക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അവളെ മടക്കി അയച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാസങ്ങൾ കടന്നു, വർഷങ്ങൾ കടന്നു. 2 വർഷം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ചെയ്തു വെച്ച തിന്മയുടെ ഭാരം ആലോചിച്ച് അവൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വീണ്ടും വന്നു. അവളുടെ മുഖത്ത് നോക്കിയാൽ ചെയ്തു വെച്ച തിന്മയുടെ വിഷമം അവളുടെ മുഖത്ത് കൃത്യമായി പ്രകടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ നോക്കി. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞ് മുലകുടി പ്രായം കഴിഞ്ഞു എന്ന് പ്രവാചകന് ബോധ്യമാകാൻ ആ പെണ്ണ് ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു. സഹാബയോട് പറഞ്ഞു, സഹാബ, മരുഭൂമിയിൽ വലിയൊരു കുഴി ഉണ്ടാക്കണം. ആ കുഴിയിൽ ഈ പെണ്ണിനെ ഇറക്കി നിർത്തിയിട്ട് അവളെ എറിഞ്ഞു കൊല്ലുക എന്നതാണ് ഇസ്ലാമിന്റെ വിധി. മരുഭൂമിയിൽ സഹാബ വലിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ആ പെണ്ണിനെ ഇറക്കി നിർത്തി. സഹാബത്തിനോട് അവളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പലരും പല ഭാഗത്തു നിന്നും കല്ലുകൾ എറിഞ്ഞു. ആരോ ഒരാൾ എറിഞ്ഞ കല്ല് അവളുടെ ശരീരത്തിലേക്ക് തട്ടി. ആ ശരീരത്തിൽ നിന്നും ഒരു രക്തം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തെറിച്ചപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഛേ, വ്യഭിചാരിയായ ഒരു പെണ്ണിന്റെ രക്തം എന്റെ ശരീരത്തിലേക്ക് തെറിക്കുകയോ എന്ന മോശത്തിലുള്ള ഒരു സംസാരം ഖാലിദ് റളിയല്ലാഹു അൻഹു നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടിയെത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വല്ലാഹി യാ ഖാലിദ്, വല്ലാഹി യാ ഖാലിദ്, അല്ലാഹു ലകതാബതൻ തൗബതൻ ലതുഷ്മുഹാ ബൈന അഹ്ലിൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ മദീനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖാലിദേ, മദീനയിലെ മുഴുവൻ ജനങ്ങളും ഒരു പക്ഷേ ഒരുമിച്ചിരുന്ന് തൗബ നടത്തിയാലും ആ പെണ്ണിന്റെ തൗബയുടെ അടുത്തെത്തില്ലെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ആ പെണ്ണ് ചെയ്തതൊരു തൗബയാണ്, ചെയ്തു വെച്ചത് തിന്മയാണെന്ന് ബോധ്യപ്പെട്ടു. ആ തിന്മ പൊറുത്തില്ലെങ്കിൽ നരകം ഉറപ്പാണെന്ന് അവരുടെ മനസ്സിൽ ഓർമ്മ വന്നു. ആ തിന്മ പൊറുക്കാനാണ് 3 വട്ടം ആ പെണ്ണിന്റെ സദസ്സിൽ വന്നത്. അതുകൊണ്ട് ഖാലിദേ, നിന്റെ സംസാരം അപകടകരമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ ഓർമ്മപ്പെടുത്തി. അതാണ് സഹോദരങ്ങളെ തൗബ. നമ്മൾ ചെയ്തു വെച്ച തിന്മ അത് പൊറുക്കപ്പെടാൻ നമ്മൾ തൗബ നടത്തണം. അതല്ലാതെ ഒരു തെറ്റ് ചെയ്യുന്നു, അള്ളാഹുവിനോട് പാപമോചനം നേടുന്നു, പിന്നെയും തെറ്റ് ചെയ്യുന്നു, അതിന് തൗബ എന്ന് പറയില്ല.
നമ്മുടെ തെറ്റ് പൊറുക്കപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായ തൗബ വേണം.